ഇന്നത്തെ ഈ ചെറു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ഡാമാണ്, അരുവിക്കര ഡാം. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും 17 കിലോമീറ്റർ അകലെ ഏകദേശം 40 മിനിറ്റ് സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം. സർക്കാർ ബസ് സൗകര്യം എല്ലായ്പ്പോഴും ഇവിടത്തേക്ക് ലഭ്യമാണ്. തിരുവിതാംകൂർ മഹാരാജാവ് രാജകൊട്ടാരം പണിയാൻ ആദ്യകാലത്ത് സെലക്ട് ചെയ്ത ഒരിടമായിരുന്നു ഇവിടമെന്ന് ഒരു അഭ്യൂഹം കേട്ടിട്ടുണ്ട്. അതിപ്രശസ്തരായ ധാരാളം ആൾക്കാരുടെ ജന്മസ്ഥലം കൂടിയാണ് അരുവിക്കര ഗ്രാമം. കരമനയാറ്റിൻ്റെ ഒഴുക്ക് തടഞ്ഞാണ് ഈ ഡാം പണി കഴിപ്പിച്ചിട്ടുള്ളത്. വൈഡൂര്യ ഖനനത്തിന് പേര് കേട്ടൊരു തീരമായിരുന്നു ഇവിടം. ആരാധനാലയങ്ങളാൽ സമ്പന്നമാണ് അരുവിക്കരയും പരിസര പ്രദേശങ്ങളും. ഈ ഡാം കുടിവെള്ള പദ്ധതി എന്നതിലുപരി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ മനോഹരമായ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ് അരുവിക്കര ഗ്രാമവും ചുറ്റുപ്രദേശങ്ങളും. മഴക്കാലത്ത് ഇവിടെ ഇറങ്ങുന്നത് വളരെ അപകടം പിടിച്ച പണിയാണ്. പാറക്കെട്ടുകളിൽ അത്യാവശ്യം വഴുക്കലുണ്ടാകും. തിരുവനന്തപുരം നഗരത്തിൻ്റെ കുടിവെള്ള സ്രോതസ്സു കൂടിയാണ് അരുവിക്കര ഡാം. ഇവിടെ നിന്നും കൂറ്റൻ പൈപ്പുകളിലൂടെ നഗരഹൃദയത്തിലെത്തുന്ന വെള്ളം ശുദ്ധീകരിച്ചു നഗരത്തിൻ്റെ വരൾച്ച പരിഹരിക്കുന്നു. അത്യാവശ്യം ഏതു കാലാവസ്ഥയിലും ഏതു നേരത്തും ഇവിടം സഞ്ചാര കാഴ്ച യോഗ്യമാണ്. സായാഹ്നങ്ങൾ ചെലവിടാൻ പറ്റിയൊരിടം. ഡാമിൻ്റെ പിൻഭാഗം കാണാൻ വേണ്ടി നടത്തിയ യാത്രയിലാണ് ഈ കുട്ടികളുടെ വ്യാപാരം ശ്രദ്ധയിൽപ്പെട്ടത്. അവ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7. ആരാണ്? നീയാണോ മുതലാളി? പേരെന്തോന്നാണ്? കുറച്ച് പറ. അരുണസ്. ഓക്കെ. നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അരുവിക്കര ഡാമിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. താങ്ക് യു.